എങ്ങനെയാടാ വേറൊരു രാജ്യത്ത് നിന്ന് ഈ കാശ്മീരിലേക്ക് ഈ മുറിയൻ ഭീകരരെത്തുന്നത്? എങ്ങനെയാടാ ആ പ്രദേശവാസികൾ സഹായിക്കാതെ എങ്ങനെയാടാ അവർ 1.5 വർഷം അവിടെ താമസിക്കുന്നത്? ആ നാടിന്റെ ഭൂമിശാസ്ത്രം എങ്ങനെയാടാ അവരറിയുന്നത്? തൊട്ടടുത്തൊരു തീർത്ഥാടന കേന്ദ്രമുണ്ടെന്നും അതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണെന്നും ഏറ്റവും കൂടുതൽ അമുസ്ലിങ്ങൾ അവിടെ വന്നു പോകുന്ന സീസൺ ഏതാണെന്നും ഈ ഭീകരന്മാർക്ക് പറഞ്ഞ് പഠിപ്പിച്ച് വരച്ച് കാണിച്ചു കൊടുത്ത കാശ്മീരി മുസ്ലിങ്ങളെ വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. മുമ്പ് ക്ലബ് ഹൗസിൽ ഒരു ചർച്ച നടക്കുകയാണ്. ഞാനുണ്ട്, ഓപ്പോസിറ്റ് ഒരു സുലൈമാൻ മൗലവി എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, ഒരു അഫ്സൽ മൗലവി, ഒരു അഷ്റഫ് മൗലവിയോ, ഇങ്ങനെ കുറെ എണ്ണം പൊറോട്ട കെട്ടുകാരായിട്ടുള്ള കുറെ എണ്ണം വന്നിരിക്കുകയാണ്. ഞാനും ഉണ്ട് ഡിബേറ്റിന് ഞാനാണ് എതിർഭാഗത്തുള്ളത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് ഏറ്റവും വലിയ മഹാപാതകം എന്താണ് എന്ന ഒരു ചോദ്യം വന്നു. അപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു അത് ഭീകരാക്രമണമാണ്. ഞാൻ പറഞ്ഞു അല്ല, അതെ, നമ്മുടെ രാജ്യത്തെ ആരെങ്കിലും ആക്രമിക്കാൻ വരിക, അതല്ലെങ്കിൽ തീവ്രവാദ ആക്രമണമാണ്, അല്ല, കൊലപാതകമാണ്, അല്ല, പിന്നെ എന്താണ് ഏറ്റവും വലിയ അക്രമം? അപ്പോ വേറൊരാള് ചോദിക്കുവാണ്, സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതാണോ തെറ്റ്? ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് ചോദിക്കുന്നതാണോ തെറ്റ്? ഉസ്താദിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവരുടെ വികൃതമായ മനസ്സ് എന്താണ് എന്ന് മനസ്സിലായില്ലേ? അല്ല, ഈ മാനസിക രോഗിയായിട്ടുള്ള പടച്ചോൻ അറിയില്ലേ വേറൊരു പടച്ചോൻ ഇല്ലാന്ന്? അപ്പൊ ആ ഇല്ലാത്ത പടച്ചോനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ പടച്ചോൻ എന്തിനാ കുരുക്കൾ പൊട്ടുന്നത്? വേറെ പടച്ചോൻ ഇല്ലല്ലോ. എനിക്കിപ്പോ അനിയത്തിയില്ല. എന്റെ മക്കൾ ആരെങ്കിലും കുഞ്ഞുമാന്ന് വിളിക്കുമോ എന്ന് ഞാൻ പിന്നാലെ നടന്ന പിള്ളേരെ പേടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് അനിയത്തിയില്ല, അതുകൊണ്ട് എന്റെ മക്കൾക്ക് കുഞ്ഞുമാന്ന് വിളിക്കാൻ ആളുമില്ല. എന്നാലും അവരോട് പറയാണ്, കുഞ്ഞുമാന്നെങ്ങാനമാരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ ഞാൻ എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കുമടാന്ന് പറഞ്ഞാൽ പിള്ളേര് പറയും, ഓ ഉമ്മാക്ക് എന്തോ കൂടിയായിട്ടാണ്, അങ്ങനെയല്ലേ പറയുള്ളൂ. എന്തോ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് വന്നിരിക്കുകയാണെന്നല്ലേ പറയുള്ളൂ. അതുപോലെ തന്നെയാ പടച്ചോന്റെ ഗതിയും. വേറൊരു പടച്ചോനില്ല. പക്ഷെ എന്നാലും പടച്ചോൻ പറയും, എങ്ങാനും നിങ്ങൾ ഇല്ലാത്ത പടച്ചോനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഇതുപോലെയുള്ളൂ ഈ പടച്ചോന്റെ രീതിയും. അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് വല്ലാണ്ട് പൊള്ളയൊന്നും ചെയ്യണ്ട. ഇത് മാനവരാശിക്ക് വിപത്ത് മാത്രം നൽകുന്ന ഗ്രന്ഥമാണ്. ഈ മതം കൊണ്ട് ലോകത്ത് ഇന്നേ വരെ ഒരു പുൽക്കൊടിക്കെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? ചിലപ്പോ രക്ഷപ്പെട്ടത് പന്നിയായിരിക്കും. ആകെ ഇസ്ലാം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പന്നിയാ. ഇപ്പൊ പന്നിയും വിടാതെ പിടിച്ചതാണ്ട് ഒരു മൗലവിക്കാണ് പന്നിയുടെ ഹൃദയം എടുത്ത് ശസ്ത്രക്രിയ ചെയ്തു വെച്ചിരിക്കുന്നത്. ചേട്ടാ, ഈ ബലാക്കൾ ആരെയും ജീവിക്കാൻ വിടത്തില്ലല്ലോന്നേ. ഇവന്മാർക്ക് സമാധാനം ഉണ്ട്? ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് സമാധാനം ഉണ്ടോ? സൗദി അറേബ്യയൊക്കെ യൂറോപ്യന്മാരെ ഫോളോ ചെയ്തിട്ട് ഈ മതം വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് സൗദി അറേബ്യയൊക്കെ സമാധാനത്തിൽ ജീവിക്കുന്നത്. അത് യമനികൾ ഇടയ്ക്കിടയ്ക്ക് കയറി കൊടുക്കുന്നുണ്ട്, യമനികൾക്കും തിരിച്ചു കിട്ടുന്നുണ്ട്. ലക്ഷക്കണക്കിന് യമനികളെ വെള്ളത്തുണി പുതപ്പിച്ച് നെഞ്ചത്ത് പൂവും വെച്ച് മൂക്കിൽ പഞ്ഞിയും വെച്ച് നിരത്തി കിടത്തി കഴിയുമ്പോൾ അവന്മാരുടെ ഗുരുക്കൾ പൊട്ടലങ്ങ് നിൽക്കും. പിന്നെ കുറച്ചു നാളത്തേക്ക് ശല്യമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ അഫ്ഗാനികളും പാക്കികളും തമ്മിലാകും ഏറ്റുമുട്ടല്. പിന്നെ പാക്കികളിൽ കുറെ എണ്ണം അങ്ങനെ കിടക്കും നെഞ്ചത്ത് പൂവും വെച്ച്. അതുപോലെ അഫ്ഗാനികളിലും കുറച്ചെണ്ണം അങ്ങനെ കിടക്കും. അപ്പൊ പിന്നെ കുറച്ചു നാളത്തേക്ക് ഇവരുടെ അഹങ്കാരമൊക്കെ ഒന്ന് നിൽക്കും. അത് കഴിഞ്ഞ് എല്ലിന്റെ ഇടയ്ക്ക് വറ്റുകുത്തുമ്പോൾ പിന്നെയും തുടങ്ങും ബഹളം. ഇത് തന്നെയല്ലേ ഇവമാര് എല്ലാ കാലത്തും കാണിച്ചുകൊണ്ടിരിക്കണത്? ഇരിക്കട്ടെ, ഇപ്പോ പഹൽഗാം ഭീകരാക്രമണത്തിന് ഈ തീവ്രവാദികൾക്ക് വേണ്ടുന്ന ഇന്റർനെറ്റ് സഹായം, ലാപ്ടോപ്പ് പോലെയുള്ള സൗകര്യങ്ങൾ, കാരണം ഇവർക്ക് ആശയവിനിമയങ്ങൾ നടത്തണമല്ലോ. ഭക്ഷണം, വസ്ത്രം, വെള്ളം, കിടക്കാനുള്ള സ്ഥലം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയും കൂടുതൽ ആളുകൾ എപ്പോഴാണ് വരുന്നത് നോക്കി ഓപ്പറേഷൻ ഒക്കെ ഒന്ന് റെഡിയാക്കാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ ആര് കൊടുത്തതാ? അവിടുത്തെ പ്രദേശവാസികൾ കൊടുത്തതാ. അതുകൊണ്ട് 1500 പ്രദേശവാസികളെ NIA തൂക്കിയിട്ടുണ്ട്. പോരാ, തൂക്കിക്കൊല്ലണം. കുറച്ച് ക്രൂരമാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന, ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെയും ബഹുസ്വരതയെയും തകർക്കാൻ ശ്രമിക്കുന്നത് ഏത് മുറിയനായാലും ഏത് മുഴുത്തവനായിരുന്നാലും ശരി, ഷൂട്ട് ആൻഡ് സൈറ്റ് കൊന്നുകളയണം. ഇവനെയൊക്കെ വീണ്ടും ഇന്ത്യൻ പൗരത്വവും ജീവിക്കാൻ വിടരുത്. ഇന്നലെ വേറൊരു വാഴ വന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? എന്റെ കയ്യിൽ പാകിസ്ഥാന്റെ പാസ്പോർട്ട് ഉണ്ട്, എന്നിട്ട് ഇന്ത്യന്റെ ആധാർ കാർഡ് ഉണ്ട്, ഇന്ത്യന്റെ വോട്ടർ ID ഉണ്ട്. ഏതാണ്ട് ഒരു 10-16 വർഷമായിട്ട് ഞാൻ വോട്ട് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ വിദ്യാർത്ഥിയാണ്. ഞാൻ ഇവിടെ ഇന്ന് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. മുസ്ലിങ്ങളുടെ ആനുകൂല്യം ഇന്ത്യയിൽ നിന്നാണല്ലോ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇല്ലാത്തത്ര രൂപത്തിൽ സംവരണ ആനുകൂല്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. ഇതൊക്കെ പറ്റിയിട്ട്
പാകിസ്ഥാന്റെ പാസ്പോർട്ട്, ഇന്ത്യന്റെ മറ്റെല്ലാ ഐഡികളും ആരാവനുണ്ടാക്കി കൊടുത്തത്? ഇത് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് ഈ വിഷയം പബ്ലിക്കിൽ കൊണ്ടുവരാൻ ഇവനെ പ്രേരിപ്പിച്ച ഘടകം എന്താ? ഉടനെ തന്നെ NIA തൂക്കി അകത്താക്കിയിട്ട് പറഞ്ഞു, മക്കളെ ഈ പാസ്പോർട്ടുമായിട്ട് മോൻ ഇനി വല്ലാതെ ഇന്ത്യയിൽ വിലസി നടന്ന ജോലിയൊക്കെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല, മോൻ തൽക്കാലം തിഹാർ ജയിലിൽ കിടന്നു, വേണമെങ്കിൽ പഞ്ചാബിയുടെ കൂടെ കിടക്കുന്ന ഇവനുണ്ടാകും, ആര്, സിയ റൌഫ് വേണ്ടുന്ന എല്ലാ ട്രെയിനിങ്ങും നിങ്ങൾക്ക് തന്നോളും, തൽക്കാലം അവിടെ കിടക്കാൻ പറഞ്ഞു. അല്ല കാക്ക എനിക്ക് പോണം, സമയമായിട്ടില്ല മോനെ, അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഡോവൽ കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു മൂലക്കിരുത്തിയേക്കോ അടിച്ച് ചതച്ച് ഡയപ്പറിൽ. ഇവനെയൊക്കെ പിന്നെ എന്താ ചെയ്യേണ്ടത്? പുരസ്കാരം നൽകണോ? പരമവീര ചക്രം നൽകണോ ഇവനൊക്കെ? അതായത് ഈ കഴിഞ്ഞ ദിവസം കേരള മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ച ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയുണ്ട്. അതായത് ഈ തീവ്രവാദി ആക്രമണം നടത്തുമ്പോൾ തീവ്രവാദികൾക്ക് നേരെ എടുത്തു ചാടി തോക്ക് തട്ടിപ്പറിക്കുന്നതിനിടയിൽ വെടികൊണ്ട് മരിച്ചു. ഇതേ തുടക്കം തന്നെ ഈ വിഷയം സുഡാപ്പികളെടുത്ത് ആദിലിനെ പൊക്കി എയറിൽ നിർത്തിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, എത്ര കണ്ട് പൊക്കുന്നു അത്ര കണ്ട് വീഴ്ചയുടെ ആഘാതം കൂടുമെന്ന്. ഇവനാണ് ഈ ഭീകരന്മാർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത്. ഈ ആദിൽ എന്ന് പറയുന്ന ഭീകരവാദി ഇവനാണ് ഈ ഭീകരവാദ ഓപ്പറേഷന്റെ ലീഡർ. ഇവൻ എന്നിട്ട് പിടിക്കപ്പെടുമെന്നായപ്പോൾ ആ മുസ്ലിങ്ങളുടെ ജീവന് വേണ്ടിയിട്ട് ആയുധം കേറി പിടിച്ചിട്ട് നെഞ്ചിൽ ഓട്ട വീണെന്ന് ഇത് അവിടെ നിന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞോ? പോട്ടെ, ഈ ആദിൽ എന്ന് പറയുന്ന കൊടും ഭീകരന്റെ സഹോദരൻ പറഞ്ഞോ? ഇല്ല. ആരാ പണഞ്ഞത്? ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയെ. ഇയാൾ എവിടെ ഇരിക്കുമായിരുന്നു? ഇയാളോട് ആദിൽ പറഞ്ഞോ ഞാൻ കാഫറുകളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് തീർന്നതാണെന്ന്? കുറച്ച് ത്യാഗം ഒന്ന് അനുസ്മരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചതുപോലെ ഒമർ കാക്കായ്ക്കും പണി കിട്ടി. ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 29 വയസ്സുള്ള ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഈ ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിരുന്നു. അതുമാത്രമല്ല എല്ലാവരും ഒരുപാട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര എന്താണ് പുതിയ നന്മമരം എന്ന രീതിയിൽ ഭയങ്കരമായിട്ടുള്ള കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അറിയാലോ, അതായത് ഇത്തരത്തിലുള്ള ഒരു മുസ്ലിം ഒരു ചെറുപ്പക്കാരൻ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഒരു മുസ്ലിം ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള പ്രൊമോഷൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട്. കാരണം ഇസ്ലാം ആണെങ്കിൽ എപ്പോഴും എയറിൽ ഇരിക്കുവാണല്ലോ, ആ ഇടയ്ക്കായിരിക്കും ഇതുപോലെ എന്തെങ്കിലും ഒരെണ്ണം വീണ് കിട്ടുന്നത്. അപ്പൊ ഇത് ആഘോഷിക്കും, പിന്നെയും പണിക്ക് മേലെ പണിയാകും. പല പല കാര്യങ്ങളും കേരളത്തിൽ നടക്കും. അപ്പോൾ കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇതിന് വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചു, അതായത് ഈ ഭീകരാക്രമണത്തിൽ, ഈ ഇസ്ലാമിക ഭീകരാക്രമണത്തിൽ മതം ചോദിച്ചിട്ടാണ് തീവ്രവാദികൾ ഏകദേശം 28ഓളം പേരെ, നിസ്സഹര 28ഓളം പേരെ പേരുടെ പേരും ആർക്കും ഓർമ്മയില്ല, ആർക്കും ചർച്ച ചെയ്യണ്ട. പക്ഷേ ഇവിടുത്തെ 29 പേരുടെ പേരുകളും നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങൾ, നമ്മുടെ നാട്ടിലെ സുടുക്കുഞ്ഞുങ്ങൾ, ഇവരാകെ പുറത്തുവിട്ടത് അയ്യോ വെടിയേറ്റ് മരിച്ച ആദിലിന്റെ പേര് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ അൽഷിമേഴ്സ് പിടിപെട്ടു. ഈ സുഡാപ്പി പ്രൊഫൈലിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരും മാപ്പകളും ഈ ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വാനോളം പുകഴ്ത്തുന്നു. എന്താ പറയുക, അതിനെ പൊട്ടിയിട്ട് എന്താ പറയുക, സകലമാനം അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം അതിന് പ്രൊമോഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കും ഈ ഇവിടെ നടന്ന പെഹൽഗാം ഭീകരാക്രമണം ശരിക്കും അതിന് മുന്നേ ഒടുങ്ങിയതെന്നാണ് അറിയാം. അതിനെന്താ പറയുക, ഇത് ശരിക്കും ഇവിടെ വലിയ വേറെ വിവാദത്തിലോട്ട് പോകുമായിരുന്നു. അതായത് ഇത് സംഘപരിവാർ ചെയ്തതാണ്. BJP ഗവൺമെന്റ് സ്പോൺസർഡ് അറ്റാക്ക് ആണെന്ന തരത്തിലുള്ള ഒരു നെറേറ്റീവ് അത് ഓൾറെഡി അവർ ചെയ്തിരുന്നു. ഒരു വീഡിയോ ആണ് ഇന്ത്യയിലെ മാധ്യമങ്ങളെ, പ്രത്യേകിച്ച് ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങളെ ശരിക്കും നടുപിടിച്ചത്. എന്താണെന്നറിയോ, എന്താ പറയുക, ആ നേവി ഉദ്യോഗസ്ഥന്റെ ഭാര്യ ശരിക്കും പറയുന്നുണ്ടായിരുന്നു, തീവ്രവാദികൾ നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ ചോദിച്ചതിന് വെച്ച് കൊല്ലുകയായിരുന്നു, ഹിന്ദു ആണെന്ന് അറിഞ്ഞുകൊണ്ട്. അല്ല, തന്നെയുമല്ല, ആർമി ഉദ്യോഗസ്ഥന്റെ ഭാര്യ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, മുസ്ലിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്ക്, ഹിന്ദുക്കൾ അങ്ങോട്ട് മാറി നിൽക്ക്, മറ്റവരോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നു. അവർക്കെന്ത് കലിമയും കമാലും ഒക്കെ, അവർക്കെന്തറിയാം അതിനെ കുറിച്ചിട്ട്? വേറൊരാളോട് നിങ്ങൾ നമസ്കരിച്ചോ, എന്താണ് നിങ്ങളുടെ പേര്? ഇപ്പൊ പേരൊന്നും കേട്ട് കഴിഞ്ഞാൽ മുസ്ലിമാണോ മുസ്ലിമാണോന്നൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. അവർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് ആ സ്ത്രീ പറഞ്ഞ വീഡിയോ ഇന്ത്യയിൽ എല്ലായിടത്തും വൈറലായി. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടല്ലോ ഇവിടെ കുറെ നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അത് ശരിക്കും അന്ന് അടിപൊളി ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയും. പക്ഷെ അതിന്റെ ഒരു ക്ഷീണം തീർത്തത് ഈ ആദിൽ ഹുസൈൻ വീരകൃത്യ എന്ന രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങി. മൊത്തത്തിൽ ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടായി. അതായത് മതം ചോദിച്ച് കൊല്ലുക, കലിമ ചൊല്ലാൻ പറയുക, പാൻറ് പോയി നോക്കി അറ്റം കണ്ടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക, ഇത്തരത്തിലുള്ള നീചമായ കൃത്യങ്ങൾ ചെയ്തതിനു ശേഷമാണ് ഈ ഇസ്ലാമിക ഭീകര വെടിവെച്ച് കൊന്നത്. അതായത് മുസ്ലിം അല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട്, അതായത് കാഫിറാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് അത് ശരിക്കും കേരളത്തിലെ ഈ എന്താ പറയുക ഈ സുഡാപ്പി എക്കോ സിസ്റ്റത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. അവരിവിടെ എന്തൊക്കെയോ, അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണം ബന്ധപ്പെട്ട പല നറേറ്റീവുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നു. ഞാൻ ആദ്യം പറഞ്ഞാൽ ആ വീഡിയോ ആണ് അവരുടെ എല്ലാം നടുപിടിച്ചത്. അതിനുശേഷമാണ് കച്ചിത്തിരുന്ന രീതിയിൽ ആദിൽ ഹുസൈൻ ചെയ്ത് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്, ഇപ്പം ഓരോ ദിവസം കഴിയുന്നതും പല പ്രൂഫുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഈ സ്ലിപ്പിൽ ഒരാളിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ അത് ഓപ്പറേറ്റ് ചെയ്ത് വരുത്താൻ അല്ലാഹു അക്ബർ 3 തവണ വിളിച്ചിട്ടാണ് അവർ മനസ്സിലായി താഴെ വെടിവെപ്പ് നടക്കാനോ. ഒന്നാമത്തെ അല്ലാഹു അക്ബർ പറഞ്ഞപ്പോൾ തന്നെ ഒരാൾ തീർന്നു. ബലി കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള വിളിയായിരുന്നു അല്ലാഹു അക്ബർ.
ടർബോ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമ കോഴിക്കോട് ദർശനയിൽ ഓടിയപ്പോൾ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ദർശന എന്ന് പറഞ്ഞ തിയേറ്റർ ശൂന്യമായി. എന്താ കാരണം? അല്ലാഹു അക്ബർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തൊട്ടടുത്തോടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകേണ്ടതാണല്ലോ, അല്ലെങ്കിൽ കഴുത്തെടുക്കല്. അപ്പോ എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കാതെ തിയേറ്ററുകാരെല്ലാം അങ്ങോട്ട് ചോദിച്ചു, എന്തുവാടേ ഇത്? അതെ, അല്ലാഹു അക്ബർ എന്ന് വിളിച്ചപ്പോഴത്തേക്കും ഇവര് മറ്റത് പ്രതീക്ഷിച്ചിട്ട് ഓടിയതാണ്. പിന്നെ ബോംബ് സ്ക്വാഡായി, ഡോഗ് സ്ക്വാഡായി, ഇവരൊക്കെ വന്നതിന് ശേഷമാണ് പിന്നീട് അതിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായത്. ഈ വീഡിയോ സെൽഫി വീഡിയോ തന്നെ മനസ്സിലാവും വെടിവെക്കുന്ന ഫുട്ടേജിലൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നാമത്തെ അല്ലാഹു അക്ബർ പറയുമ്പോൾ ഒന്നാമത്തെ ഉലുഹിയത്ത് അവിടെ നടന്നു. ഉലുഹിയത്ത് എന്ന് പറഞ്ഞാൽ ബലി നൽകുന്ന, മൃഗങ്ങളെ ബലി നൽകുന്ന ഒരു പെരുന്നാളുണ്ടല്ലോ മുസ്ലിങ്ങൾക്ക്, അതിന് പറയുന്ന പേരാണ്. അപ്പോ ഒരാളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ കുതിരക്കാരനായ മുസമ്മിലിന് ലഭിക്കേണ്ടുന്ന ഇനാം ഓൾറെഡി മുസമ്മിലിന് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ പണം കിട്ടിയതിന്റെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് സിപ്പ് ലൈനിലേക്ക് ഒരാളെ അങ്ങനെ തള്ളിവിടുകയാണ്, മരണക്കയത്തിലേക്ക്. അതിന്റെ ചാരിതാർത്ഥ്യം മുസമ്മിലിന്റെ മുഖത്ത് തന്നെയുണ്ട്. ശരി, നിരീക്ഷിക്കുന്നുണ്ട് ആ ഓപ്പറേറ്റർ, ആ സിപ്പ് ഓപ്പറേറ്റർ നിരീക്ഷിക്കുന്നുണ്ട്. അതിന് പുറകിൽ വേറെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവന് വ്യക്തമായിട്ട് അറിയാം മനഃപൂർവ്വം അവനെ കൊല്ലാൻ വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ഒരു മുഖഭാവമായിരുന്നു ആ തീവ്രവാദിക്കുണ്ടായിരുന്നു. അപ്പൊ അവന് രണ്ടുപേരും എണ്ണയും പൊക്കിയിരിക്കുകയാണ്. വിശദമായി ആദ്യം ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് മാത്രം തോന്നിയതായിരിക്കുമെന്ന് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നു. പിന്നീട് നോക്കിയപ്പോ പല ആളുകളും അതേ സംശയം തന്നെ പറഞ്ഞപ്പോ, ചേടാ ഇത് തന്നെയല്ലേ എനിക്കും തോന്നിയത്. ആ ആദിലിന്റെ വിഷയത്തിലും എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെയാണ്. ഈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ അവനാണെന്ന് ചോദ്യം ചെയ്തു വരികയാണ്. അപ്പോൾ പല പല കാര്യങ്ങളും കഴിഞ്ഞ ഫോട്ടോഗ്രാഫർ, ഈ ഫോട്ടോഗ്രാഫർ അവിടെ പെഹൽഗാമിൽ ബൈസൈൽ വാലിയിൽ നിന്ന് ആൾക്കാരെ എന്താ റീസെറ്റ് എടുത്തിട്ട് ആത്മഹത്യ ഒരാളാണ്. അപ്പൊ അദ്ദേഹം മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്ന അതൊക്കെ പെണ്ണിയുടെ പക്കലുണ്ട്. ആരാണെന്ന് വ്യക്തമായി തെളിവ്, ആരൊക്കെയാണ് വെടിവെച്ചത്, അങ്ങനെയുള്ള വ്യക്തമായ ഫുട്ടേജ് അദ്ദേഹം ലെൻസ് വെച്ച് ടെലി ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിരിക്കുന്നത്. അതൊക്കെ പെണ്ണിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ആദിൽ ഹുസൈന്റെ കാര്യം തന്നെ ഈ സ്റ്റോറി കേട്ടില്ലേ, അതായത് ഇവരെ തീവ്രവാദികൾ, ആയുധധാരികളായ തീവ്രവാദികൾക്കെതിരെ അവർ മുന്നോട്ട് എടുത്ത് ചാടി തോക്ക് തട്ടിപ്പറിക്കാൻ നോക്കുന്നതിനിടയിൽ വെടികൊണ്ട് മരിച്ചു. ഇത് ശരിക്കും വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ അവർ ഈ കുതിരക്കാരനാണ് ആദിൽ ഹുസൈൻ. അപ്പോൾ ഈ ആദിൽ ഹുസൈന്റെ കൂടെ വന്ന ആൾക്കാർക്ക്, ടൂറിസ്റ്റുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവൻ ആയുധധാരികളുടെ മുന്നിലേക്ക് എടുത്ത് ചാടി. അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതെന്താ തമിഴ് തെലുങ്ക് സിനിമയാണ്. ഇത് നമുക്ക് സിനിമയിലൊക്കെ കാണാൻ ഇങ്ങനെ, അതായത് ഒരുപാട് ആയുധധാരികളായിട്ടുള്ള അതുകൊണ്ട് ഹെവി ആയുധമായിട്ട് വരുന്ന ആൾക്കാരുടെ മുന്നിലേക്ക്. ഇതേ വിഷയം തന്നെ ഞാനും പറഞ്ഞിട്ട്, ഒരുപാട് ആയുധങ്ങളുമായിട്ട് ആളുകൾ വരുമ്പോഴേ വിജയും സൂര്യയും ഒക്കെ നെഞ്ചും വിരിച്ചു നിന്നിട്ട് കൈകൊണ്ട് അടിച്ച് രക്ഷപ്പെടുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെയൊക്കെ ഈ ആയുധധാരികളായിട്ടുള്ള 8-9 പേരെ പച്ചയായി മനുഷ്യന്മാരെ ഇങ്ങനെ ചുട്ടുകൊന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ആദില് ഭയങ്കര ധീര സാഹസികനായി കുതിരപ്പുറത്തുനിന്ന് അങ്ങോട്ട് ചാടി ഇറങ്ങി തോക്ക് പിടിച്ചു വാങ്ങി ഉടനെ തന്നെ അയാൾ ചുട്ടങ്ങോട്ട് കൊന്നു. ഇതൊക്കെ ആരോരുടെ നിങ്ങൾ ഈ പറയുന്നേ? അതും കാഫിറുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണത്രേ ആദില് നെഞ്ചിൽ ഓട്ടയിട്ടത്. എന്തുവാടേ, തള്ളി മറിക്കുന്നതിനൊരു ലിമിറ്റ് ഒക്കെ ഇല്ലേ? അങ്ങനെ നമുക്ക് സിനിമയിലെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഇവരോടാണോ, ഈ ആയുധം എടുത്തു വന്ന ആൾക്കാരോടാണോ ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത്? അത് വിശ്വസനീയമായ കാര്യമല്ല. വേറൊരു വിഷയം കൂടിയുണ്ട്. ഈ ആദില് ആയുധം തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. ആ ആയുധം ഓപ്പറേറ്റ് ചെയ്യാൻ ആദിലിന് അറിയാം, അല്ലേ? അതെ. പുറത്തൊരു റിപ്പോർട്ട് തരാം. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ സിനിമയിൽ ഓപ്പറേറ്റർ പൊക്കില്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറെ സ്റ്റോറികൾ, അതാണ് ഈ ആദിൽ ഹുസൈന്റെ സ്റ്റോറിയിലേക്ക് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ആദിൽ ഹുസൈനും ഈ തീവ്രവാദി സംഘത്തിലെ ഒരാളായിരുന്നു എന്നുള്ള സംശയങ്ങൾ ദേശീയ മാധ്യമങ്ങൾ അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ആദിൽ ഹുസൈൻ ഈ ബൈസൽ വാലിയെ എല്ലാ A to Z മുക്കും മൂല്യം നന്നായിട്ട് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ വഴികാട്ടിയാണ്. 2-3 ഓപ്ഷൻസ് നമ്മൾ മാത്രമല്ല, ദേശീയ മാധ്യമങ്ങളടക്കം കൃത്യമായും പറയുന്നുണ്ട്, ആദിൽ വെറും ഒരു കുതിരക്കാരൻ മാത്രമല്ല, അവൻ ഈ ഭീകരവാദികളുടെ നേതാവാണ്. ഭീകരവാദികൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ആയുധം എത്തിച്ചു കൊടുക്കുക, ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ അവിടെ എത്തുന്ന സമയങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കണം. ഓരോരുത്തരെയും പിടിക്കുമ്പോൾ അവൻ ഹിന്ദുവാണോ, അവൻ മുസ്ലിമാണോ അല്ലേ, ഇക്കാര്യങ്ങളൊക്കെ വേർതിരിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ഇത്തരം ഒരു ഓപ്പറേഷന് ചുക്കാൻ പിടിച്ചിരുന്ന വ്യക്തിയാണ് ആദിൽ. ഇത് പറയുമ്പോ നിങ്ങൾക്ക് എന്തിനാടാ പൊള്ളുന്നത്? ആദിൽ നിങ്ങളുടെ മാമാട മോനാണെങ്കിൽ അവിടെ വെച്ചോ. എനിക്കവൻ മാമാട മോനല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇത്തരം വസ്തുതകൾ തുറന്ന് പറയുക തന്നെ ചെയ്യും. അല്ല, ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തിട്ട് മോളെ പോലെ നോക്കിക്കോണം എന്ന് മരുമോനോട് പറയാൻ പറ്റുമോ? മരുമോൻ എന്താണെങ്കിലും ഭാര്യയെ പോലെയല്ലേ നോക്കുള്ളൂ. നിങ്ങളുടെ മോള് നിങ്ങൾക്കാണ് വാപ്പാ, മോള് എനിക്ക് ഭാര്യയാണ് എന്ന് പറയുന്നത് പോലെ ആദിൽ നിങ്ങൾക്കാണ് മാമാട മോൻ, എനിക്കവൻ വെറും ഒരു കൊടും ഭീകരൻ, ഇന്ത്യ വിരുദ്ധൻ മാത്രമാണ്. നന്ദി.